ഹലോ ഹായ് ബാലൻ. എന്നെ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ദാ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഒരുപാട് നേരമായി ഞാനിങ്ങനെ ഇരിക്കുന്നു. എന്ത് പറയണം, എങ്ങനെ പറയണം, എവിടെ തുടങ്ങണം എന്നൊക്കെ അറിയാതെ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. ബാലൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരം ഡയറക്റ്റ് ചെയ്ത സിനിമ. കഥ എഴുതിയിരിക്കുന്നത് ജിത്തുമാധവനാണ്. ജിത്തുമാധവൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കണ്ടൻറ്റ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഒരുതരം മരവിപ്പായിരുന്നു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഞാനവിടെ കുറേ നേരം ഇരുന്നു തിയേറ്ററിൽ. ഇങ്ങനെ ഇരുന്നു. ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ ഇരുന്നു. വാട്ട് എ ഫിലിം! വാട്ട് എ ഫിലിം! നമ്മളെപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് മലയാള സിനിമയുടെ കണ്ടൻറ്റ്. കണ്ടൻറ്റാണ് കിങ്. ഈ സിനിമയുടെയും കിങ് കണ്ടൻറ്റാണ്. എന്തൊരു പരിപാടിയാണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സിനിമ ഒരു ആദ്യത്തെ ഒരു 20 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മൾ സിനിമയിൽ ഇന്നായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടുന്ന് വേറെ ഒരു ചിന്തയില്ല. പടം അവസാനിക്കുന്നതുവരെ ബാലനിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ പോസിറ്റീവ് പറയണമെന്നറിയില്ല, എവിടെ തുടങ്ങണമെന്നറിയില്ല. കാസ്റ്റിംഗ് ഡയറക്ടർ പതിവ് പോലെ ഗണപതിയാണ്. പെർഫോമൻസിനെ കുറിച്ച് പറയണോ, ഡയറക്ഷനെ കുറിച്ച് പറയണോ, തിരക്കഥ പറയണോ, ക്യാമറ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അറിയില്ല എവിടെ തുടങ്ങണമെന്നറിയില്ല. ഒരു കൂട്ടം പോസിറ്റീവുകൾ ഇങ്ങനെ തലയിൽ കിടന്ന് കറങ്ങുകയാണ്. എന്തൊരു ഫിലിം! വാട്ട് എ ഫിലിം! എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണോ അല്ലെങ്കിൽ ഇമോഷനാണോ എന്താണെന്നറിയില്ല. അമ്മാതിരി ഒരു സിനിമ. ഞാൻ സിനിമയെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ആഗ്രഹിക്കുകയാണ്. ജിത്തു മാധവ് ജന്മം കൊടുത്ത് ചിദംബരം വളർത്തിയെടുത്ത മലയാളത്തിൻ്റെ അഭിമാന ബാലൻ അല്ലെങ്കിൽ അത്ഭുത ബാലൻ. എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നുന്നത്. നമുക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്കിതാ ഈ സിനിമ കൊണ്ടുവച്ച് കാണിക്കാം. ഇത് മലയാള സിനിമയാണെന്ന്. പ്യുവർ ജെം. അങ്ങനെ ഒരു മലയാള സിനിമയായിട്ട് നമുക്ക് ഇത് കാണിക്കാനായിട്ട് കഴിയും. അമ്മാതിരി ഒരു കണ്ടൻറ്റ് ഡിസർവ് ചെയ്യുന്ന രീതിയിൽ ഡയറക്റ്റ് വെച്ചിരിക്കുന്നു ചിദംബരം. അതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് സുഷിനായിക്കോട്ടെ, വിവേകർഷനായിക്കോട്ടെ, ഷൈജു ഖാലിദ് ആയിക്കോട്ടെ, ഗംഭീരമായിട്ടുള്ള കുറേ ടെക്നീഷ്യൻസ് ആ സ്ക്രിപ്റ്റ് ഡിസർവ് ചെയ്യുന്ന രീതിയിൽ എക്സിക്യൂട്ട് വെച്ചിരിക്കുന്ന ഒരു ഗംഭീര സിനിമ. ഒരു മലയാളത്തിൻ്റെ അഭിമാന ബാലൻ അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നുന്നത്. ഗംഭീരമായൊരു സിനിമ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുഷിൻ ഷാ. ഈ സിനിമേനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സുഷിന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സുഷിൻ ഇതുവരെയും ചെയ്യാത്ത ഒരു പാറ്റേൺ ഈ സിനിമയിൽ കാണാൻ പറ്റും. ബാലൻസ് സ്കോറിൽ ക്യാമറ ചെയ്തിരിക്കുന്നത് ഷൈലു ഖാലിദ്. തുടക്കം സിനിമ കണ്ടാൽ മനസ്സിലാവും. കുറേ ഏരിയയിലൊക്കെ ഒരു സിംഗിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കഥകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ പടത്തിൻ്റെ റിതമിനനുസരിച്ചാണ് ക്യാമറയും പരിപാടിയൊക്കെ പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് ആ പ്ലേസ് കംപ്ലീറ്റ്ലി ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ടല്ലോ. ഷൈജു ഖാലിദിൻ്റെ ക്യാമറയിൽ കിടിലനായിട്ട് നമുക്ക് അത് കാണിച്ചു തരുന്നുണ്ട്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് വിവേകർഷൻ. സിനിമയുടെ റിതം അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ട് എങ്ങനെയാണോ ആ സിനിമ ഡിസർവ് ചെയ്യുന്നത് ആ രീതിയിലാണ് വിവേകർഷൻ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള ഗണപതി നമ്മുടെ ചിദംബരത്തിൻ്റെ അനിയൻ കൂടിയാണ്. അദ്ദേഹത്തിന് സോ കാരണം ഇതിൽ ബാലനായിട്ട് അഭിനയിക്കുന്ന ആ കുട്ടി ആദിശേഷ് എന്നാണ് ആ പയ്യൻ്റെ പേര്, ആദിശേഷ് KR. ആ പയ്യനെ സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് അവനെ പോലെ 2 പേർക്ക് കയറാൻ പറ്റാവുന്ന ഒരു ടീഷർട്ടിനുള്ളിൽ ആ പയ്യൻ ഇങ്ങനെ വന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കിട്ടും ആ പെയിൻ. എന്താണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ള ഇമോഷൻ, അത് നമുക്കിത് ഇവിടെ കിട്ടും. അവൻ വന്ന് നിൽക്കുന്ന ഓരോ നോട്ടവും അവൻ്റെ നിപ്പും, എന്തൊരു കാസ്റ്റിംഗ്, ഒരു രക്ഷയില്ല. പിന്നെ എടുത്തു പറയേണ്ട ഇതിൻ്റെ സിനിമയുടെ മറ്റൊരു കാതൽ ഫർസാന പാലത്തിങ്കൽ. അവർ ഇനി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കും, അതിനകത്തൊരു സംശയമില്ല. എന്തൊരു പെർഫോമൻസ്! അവരുടെ നോട്ടവും അവരുടെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ എലമെൻറ്റ് ഫസ്റ്റ് ഹാഫിലൊക്കെ ഉണ്ട്. അവരുടെ ഓരോ നോട്ടവും ഇമോഷനും കാര്യങ്ങളൊക്കെ അവർ കണ്ണിൽ കൊണ്ടുവരുന്നതൊക്കെ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണെന്ന് അറിയാമോ. ഞാൻ അതുകൊണ്ടാണ് ഗണപതിക്ക് ഒരു ആർട്സ് കൊടുക്കാൻ കാരണം ഇങ്ങനെ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഒരു ഭയങ്കര രസകരമായിട്ട് തോന്നിയത് ഈ പടത്തിൽ നമ്മുടെ പുതിയ കാലത്തെ 3 ഡയറക്ടർമാർ കൂടി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
ഏഹ് നമ്മുടെ ആട്ടത്തിൻ്റെ ഡയറക്ടർ ആനന്ദ് ഏകർഷി, പിന്നെ ജീൻ പോള്, പിന്നെ ഗിരീഷ് ഷേഡി, എല്ലാവരും അവരവരുടെ സീനുകൾ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ഈ സിനിമ വേറെ വേറെ മാതിരി. പിന്നെ ഒരു 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 കുറേ പ്രായമെത്തിയ ഒരു സ്ത്രീയുണ്ട്, അമ്മൂമ്മ. അവരുടെ പേരൊന്നും അറിഞ്ഞൂടാ. അവർ വരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരവരുടെ പോർഷനൊക്കെ, ഇത് ഒരു ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമ. ഒപ്പം തന്നെ പെർഫോമൻസ് വൈസും ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമ. സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിൽ, കണ്ടന്റ് വൈസ് ആണെങ്കിൽ, ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചിദംബരം മാൻ, നിങ്ങളൊക്കെ എന്തൊരു ഫിലിമാണ് ചെയ്തു വെക്കുന്നത്. ഞാൻ ലിറ്ററലി ഞാൻ കുറച്ച് നേരം എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. കാരണം ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. തിയേറ്ററിൽ ഇറങ്ങി വരുമ്പോൾ കുറേ നേരം അങ്ങനെ ഇരുന്നിട്ടാണ് ഇറങ്ങിയത്. കാരണം ഒരുതരം മരവിപ്പാണ്. ഗംഭീരമായിട്ട് സ്ക്രിപ്റ്റ് ഡിസർവ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചിദംബരം ഈ സാധനം ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കൗതുകമായിട്ട് എനിക്ക് തോന്നിയൊരു സീന്, അത് സ്പോയിലർ ഇല്ല, ഒട്ടും സ്പോയിലർ ഇല്ലാതെ തന്നെ ഞാനത് എനിക്ക് പറയണം എന്ന് തോന്നി. കാരണം എനിക്ക് കയ്യടിക്കാൻ തോന്നിയൊരു സാധനമാണ്. ക്ലീഷേ ബ്രേക്ക് ചെയ്യുന്ന, നമ്മൾ സ്ഥിരം വരുന്ന ഒരു ക്ലീഷേ ബ്രേക്ക് ചെയ്യുന്ന ഒരു സീനായിരുന്നു. നമ്മൾ സാധാരണ അമ്മയും കുട്ടിയും കൂടി ഉള്ള സംഭാഷണത്തിൽ കുട്ടി ഒരു പേടി അമ്മയോട് ഷെയർ ചെയ്യുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ അമ്മമാരെന്താ ചെയ്യുക, നമ്മുടെ സിനിമകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു പരിപാടി, ആ കുട്ടിയെ ആശ്വസിപ്പിക്കുന്ന, ഒന്നും വരില്ല, പേടിക്കണ്ട കേട്ടോ എന്ന് പറയുന്ന ഒരു ഒരു പരിപാടിയില്ലേ, ആ ക്ലീഷേ ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അപകടം പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറ്റൂല എന്ന് പറയുന്ന ഒരു പരിപാടി എനിക്ക് കയ്യടിക്കണമെന്ന് തോന്നി. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ക്ലീഷേ സാധനത്തിൽ കൂടെ മാത്രം പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സിനിമ മാറില്ല. ക്ലീഷേ എവിടെ ബ്രേക്ക് ചെയ്യുന്നു അവിടെ ആയിരിക്കും നമുക്ക് കയ്യടിക്കാൻ തോന്നുന്നത്. അങ്ങനെ എനിക്ക് കയ്യടിക്കാൻ തോന്നിയ ഒരു സീനാണ്. അത് പറയാതെ പോകാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞാണ്, സ്പോയിലറൊന്നുമല്ല. പിന്നെ എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൽ എനിക്ക് സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു കുറച്ച് നീളുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷേ അത് ഒട്ടും നെഗറ്റീവ് ഒന്നും അല്ല കേട്ടോ. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ മിസ്റ്ററി ഇങ്ങനെ തിക്കി നിറച്ച് വെച്ചേക്കാണ്. ഫസ്റ്റ് ഹാഫ് മൊത്തം മിസ്റ്ററി, ഫുൾ മിസ്റ്ററി. എന്താണ് പരിപാടി, ഇതെന്താണ് ഇങ്ങനെ കഥ, ഇങ്ങനെ ആ ഒരു പരിപാടിയെ ഇങ്ങനെ പോയിക്കൊണ്ട് ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലിന് കുറേ ചോദ്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ ഇട്ടിട്ടാണ് സിനിമ ഫസ്റ്റ് ഹാഫിൽ ഇൻ്റർവെല്ലിൽ വിടുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ചൊന്ന് ഇത്തിരി ലെങ്ത് കൂടുതലാണെന്ന് തോന്നിയൊരു സമയമുണ്ട്. പക്ഷേ ക്ലൈമാക്സിലോട്ടൊക്കെ എത്തുമ്പോൾ ഈ കഥാപാത്രങ്ങളുടെ ഉള്ളിലുള്ളൊരു ഇമോഷൻ പരിപാടി ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ആ ബാലൻ, അവൻ്റെ ഇമോഷൻ നമ്മളാണ് ആ ബാലൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ആ ബാലൻ നമ്മളാണെന്ന് തോന്നുന്ന തരത്തിലുള്ള രീതിയിലാണ് അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അവൻ്റെ ഇമോഷൻ നമുക്ക് ഇവിടെ കിട്ടും, നമ്മളാണ് ആ ബാലൻ എന്ന് നമുക്ക് തോന്നുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ തന്നെ സിനിമ വിജയിക്കുകയാണ്. ഇതിനിടയിൽ വരുന്നൊരു പാട്ടുണ്ട്, ആ ഒരു കുട്ടി പാടുന്ന, സ്കൂളിൽ പഠിപ്പിച്ചൊരു പാട്ടെന്ന് പറഞ്ഞിട്ട് പാടുന്ന, അതൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. സ്കൂളിൽ പഠിപ്പിക്കുന്ന പാട്ടായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷേ സ്കൂളിൽ ഇരുന്നിട്ടല്ല ആ പാട്ട് നമ്മളെ കേൾപ്പിക്കുന്നത്, മറ്റ് സീനുകളിലാണ്. അത് ഭയങ്കര ബ്ലെൻഡായിട്ട് എനിക്ക് തോന്നി. പിന്നെ ആദിശേഷിൻ്റെ കൂടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേര് സിനാൻ്റെ പേരാണ്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആദിശേഷിൻ്റെ കുറച്ചും കൂടി മുതിർന്ന ഒരു കഥാപാത്രം വരുമല്ലോ, കുറച്ചുകൂടി വർഷങ്ങൾ കടന്നുപോയി അടുത്ത ആൾ വരുന്നത് സിനാൻ്റെ ക്യാരക്ടറാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൻ്റെ അഭിമാനമായ മാറിയൊരു സിനിമയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്.